ഫുള്ള് മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. സന്തോഷായി, നല്ല സന്തോഷായി. അപ്പൊ എന്റെ മസാജിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ലൈക്ക് ഒരു പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിൾ ആയിട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ട്. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, അവിടെ എന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് അവിടെ പോയി കിടത്തും, അവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ അവരുടെ ബോഡിയൊക്കെ നോക്കി, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങിയാലോ പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്. ശരിക്കും നല്ല റിലാക്സാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കഴുത്തിലൊക്കെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. യൂഷ്വലി കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിൽ മൊത്തം നിറയെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്തത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായോണ്ട് ഒറ്റയ്ക്ക് എന്നിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെങ്കിലും അകത്തുനിന്ന് നോക്കിയാൽ പുറം വിശാലമാണ്. പിന്നെ സൗകര്യം കുറവാണെങ്കിലും സ്വൈര്യം കൂടുതലാണ്. നല്ല അന്തരീക്ഷം. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈയെല്ലാം പിടിച്ച് കൊണ്ടുപോട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. അതൊന്നും വേണ്ടടാ കുഞ്ഞെ. ഇത് കണ്ടോ നീയെ, ഈ കൈ കണ്ടോ നീയെ, ഇവത്തെ തഴമ്പ് കണ്ടോ നീയെ. മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്താണ്ടാണ് ഇരിക്കുന്നത്, കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നല്ലേ, അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു, പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡും ആണ്. പ്രശ്നമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്, പക്ഷേ സോഫ്റ്റാണ്. ഞാൻ പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. നല്ല ഐഡിയ. പിന്നെ അവർക്ക് കപ്പിൾ മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്കുണ്ട് കേട്ടോ. എനിക്കൊന്നും ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ബാക്കി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കൂടുതലും ഒരു 5-6-7 പേരൊക്കെ ചെയ്തിരുന്നു. കാണാനുള്ളതൊക്കെ നാട്ടുകാർ കണ്ടു.